Hi everyone, welcome back to the Playing 11. So Roshan, welcome to the show. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ടീം കഴിഞ്ഞ സീസണിലെ ദ ചാമ്പ്യൻസ് ചാമ്പ്യൻസ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കഴിഞ്ഞ സീസണിലെ എല്ലാ അതെ ടീമും അതെ കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി. ഡോമിനൻസ് ചെയ്ത ദ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഈവൻ ഫൈനലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഒരു നല്ലൊരു ക്ലാഷ് ഒക്കെ പ്രതീക്ഷിച്ച് അതാണ്. ബട്ട് ഫസ്റ്റ് ഓവറിൽ തന്നെ ഒരു അതിന്റെ എല്ലാം കളഞ്ഞു. എല്ലാം തീർന്നു. അതെ. സോ സോ എന്താണ് കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം അവര് കഴിഞ്ഞ സീസൺ കപ്പടിച്ചില്ല. ക്യാപ്റ്റൻ അവരുടെ കൂടെ ഇല്ല. അവരുടെ കൂടെ അവരുടെ മെന്റർ എന്ന് പറയുന്ന ആളുടെ ഗൗതം ഗംഭീർ ഇല്ല. ഗൗതം ഗംഭീർ ഇല്ല. എനിക്ക് തോന്നുന്നു മെന്റർ അവരുടെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന അവിടെ സ്കൗട്ടിംഗ് എല്ലാം ചെയ്ത അഭിഷേക് ശർമ്മ അവരുടെ കൂടെ ഇല്ല. അങ്ങനെ ഒരുപാട് അവരുടെ മേജർ അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫും ക്യാപ്റ്റനും വലുതായിട്ട് ഇല്ലാതെയാണ് KKR വരുന്നത്. ബട്ട് ഞാൻ പറയട്ടെ, KKR കപ്പടിച്ചതില് കുറച്ച് കൂടുതൽ ക്രെഡിറ്റ്സ് ഗംഭീറിന് പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം ചന്ദ്രകാന്ത് പണ്ഡിറ്റിന്റെ പേര് എവിടെയും പറഞ്ഞ് കേട്ടതേ ഇല്ല. അതെ അതെ അതെ. കാരണം ഹീസ് ദ ഹെഡ് കോച്ച്. ചന്ദ്രകാന്ത് പണ്ഡിറ്റ് അങ്ങനെ ഒരു ഫ്ലൂക്കിൽ വന്നിട്ട് അടിച്ച ആളാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അല്ല, അത് അന്ന് നമ്മൾ ഗംഭീറിനെ ഇന്ത്യൻ ഹെഡ് കോച്ച് ആക്കി ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ച് ആക്കി തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ കുറെ വന്നിരുന്നു. കാരണം ഹി വാസ് എ മെന്റർ ആൻഡ് KKR വാസ് ലീഡ് ബൈ ദ മെയിൻ കോച്ച് എന്ന് പറയുന്നത് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് തന്നെയായിരുന്നു. അയാളുടെ തന്ത്രങ്ങളും കാര്യങ്ങളും തന്നെ ഒരുപാട് ഇൻക്ലൂഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഹീസ് ആ ഒരു പേര് നമ്മൾ പറയില്ല, ഒരു ഫെയിം ഉണ്ടെന്ന് പറയുമല്ലോ, ആ ഫെയിമിലേക്കാണ് ക്രെഡിറ്റ് മുഴുവൻ പോയത്. ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്നുള്ളത്. കാരണം ഒരുപാട് ടീമുകൾ, ഒരുപാട് അണ്ടർഡോഗ്സ് ടീമുകളെ കൊണ്ടുവന്ന് രഞ്ജി ട്രോഫി കളിപ്പിച്ച് അവര് ഫൈനൽ എടുപ്പിച്ച് ഭയങ്കര കരിയർ സക്സസ് ഉള്ള ഒരു കോച്ചാണ്. സോ ആ ഒരു കോച്ച് അണ്ടറിൽ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഫോറിൻ കോച്ചേഴ്സിനെ കെട്ടിയിറക്കും ഓരോ IPLസിന്. സോ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഒരു ഗുഡ് ബുക്സ് നിന്ന് വരുന്ന ഒരു കോച്ചിനെ, ഒരു IPL പോലുള്ള ടീമിനെ കോച്ച് ചെയ്യാൻ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിരുന്നു. ബട്ട് അവരൊരു സീസൺ കഴിഞ്ഞതിന് മുന്നേ സീസൺ ഒന്ന് സെറ്റ് ഡൗൺ ആയി. അതിനുശേഷം അവർ തിരിച്ചു വന്നു. അവർ കപ്പടിച്ച സമയത്ത് ക്രെഡിറ്റ്സ് വെരിറ്റ്സ് ഡ്യൂ എന്ന് പറയില്ലേ, പക്ഷെ ആ ഒരു ക്രെഡിറ്റ്സ് ചന്ദ്രകാന്ത് പണ്ഡിറ്റിന് പോയോ ചോദിച്ചാൽ ഇല്ല. അതാണ് അർത്ഥം. സോ ഇത്തവണ ചന്ദ്രകാന്ത് പണ്ഡിറ്റിന് വലിയ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ട്. സോ ഹീസ് ദർ, ആരൊക്കെ പോയാലും ഹീസ് ദർ എന്നുള്ളൊരു പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് അയാൾക്കുള്ളത്. സോ അവര് എനിക്ക് തോന്നുന്നു IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടൻഷൻ അല്ല, ഏറ്റവും കുറഞ്ഞ പേയ്മെന്റ് ഉള്ള ക്യാപ്റ്റൻ കളിക്കുന്നത് ഇത്തവണ KKR വേണ്ടിയിട്ടായിരിക്കും. ബേസ് പ്രൈസിന് എടുത്ത അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അതായത് നമുക്ക് കുറെ പേരുകൾ ഉയർന്നു വന്ന് കുറെ പേര് സെൽഫായിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നു. ബട്ട് എല്ലാത്തിനെയും ഒരൊറ്റ സീസണിലെ നമ്മുടെ സ്മാറ്റിലെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ അത് നേടിയെടുത്ത ഒരാളാണ് ഇത്തവണത്തെ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി പ്രൂവ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ആണ്. രഹാനെ സംബന്ധിച്ചിടത്തോളം പീപ്പിൾ മാനേജ്മെന്റ് നന്നായിട്ട് അറിയാവുന്ന ഒരു ക്യാപ്റ്റനാണ്. കാരണം എങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സിൽ നിന്ന് അവരുടെ എങ്ങനെ ബെസ്റ്റ് എടുത്ത് വാങ്ങാം. നമ്മൾ കണ്ടതാണ് BGT സീരീസിലെ ആ ഹീറോയിക് പെർഫോമൻസ് ടെസ്റ്റ് എല്ലാം കണ്ടതാണ്. സോ അങ്ങനെ ഒരു യങ്സ്റ്റേഴ്സിനെ കൊണ്ടുപോയി അവിടെ കപ്പടിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ചെറിയ കാര്യമല്ല. സോ അജിങ്ക്യ രഹാനെ എനിക്ക് കുറെ ചർച്ചകളെല്ലാം കണ്ടിരുന്നു. അജിങ്ക്യ രഹാനെ അപ്പോയിന്റ് ചെയ്തതിൽ ഒരുപാട് ക്രിറ്റിസിസം എല്ലാം കണ്ടിരുന്നു. അത് ഇങ്ങനെ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആയ ഒരു പ്ലെയർ ആണ്, പിന്നെ എന്തിനാണ് കൊണ്ടുവരുന്നത്? സോ നിങ്ങൾക്ക് വെങ്കടേഷ് അയ്യർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു, സോ വെങ്കടേഷ് അയ്യറിനെ ക്യാപ്റ്റൻ ആക്കി കൂടെ. സോ ലൈക്ക് രഹാനെ ഒരു ക്യാപ്റ്റൻ ആക്കിയത് അടുത്തൊരു ക്യാപ്റ്റനെ മോൾഡ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൂടിയാണ് തോന്നുന്നു. അങ്ങനെ കാരണം അവരുടെ ഒരു ടീം എന്ന് പറയുന്ന സെറ്റ് ഓഫ് ബാലൻസ്ഡ് ആണ്. സോ ഒരു ന്യൂ ക്യാപ്റ്റൻ വന്ന് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ കംപ്ലീറ്റ് ആ റിതം പോയി പോകും. ബട്ട് രഹാനെ പോലെ ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അതൊരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, ഹുദ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള കേപ്പബിൾ ഉള്ള പ്ലെയർ ആണ്. സോ ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് അടുത്ത സീസണിലേക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റനെ സെർച്ച് ചെയ്ത് അവർക്കൊരു ഇത് മോൾഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ ഒരു സീസൺ. സോ അത് സ്ക്വാഡ് ഒന്ന് നമുക്ക് നോക്കാം. അജിങ്ക്യ രഹാനെ, അങ്കുഷ് രഘുവംശി, ലോനി സിസോഡിയ, മനീഷ് പാണ്ഡെ, റിങ്കു സിംഗ്, റഹ്മാൻ പവൻ. ഓൾറൗണ്ടേഴ്സ് ആൻഡ്രെ റസൽ, അങ്കുൽ റോയ്, മോയിൻ അലി, രമൻദീപ് സിംഗ്, സുനിൽ നരൈൻ, വെങ്കടേഷ് അയ്യർ. വിക്കറ്റ് കീപ്പേഴ്സ് കുണ്ടൻ ഡിക്കോക്ക്, റഹ്മാനുള്ള ഗുർബാസ്. ബൗളേഴ്സ് ആൻഡ്രിക് നോർക്കെ, ഹർഷത് റാണ, മായങ്ക് മാർക്കൻഡെ, സ്പെൻസർ ജോൺസൺ, ഇമ്രാൻ മാലിക്, വൈഭവ് അറോറ, വരുൺ ചക്രവർത്തി. സോ എനിക്ക് ഉമ്രാൻ ഖാൻ ഐ തിങ്ക് റൂൾഡ് ഔട്ട് ആയി തോന്നുന്നു. ഞാൻ എവിടെയോ സോഴ്സ് ന്യൂസ് ഓഫ് കണ്ടു. ഉമ്രാൻ ഖാൻ ഡ്യൂ ടു ഇഞ്ചുറി റൂൾഡ് ഔട്ട് ആയി തോന്നുന്നു. നോട്ട് 100% ഷുവർ. സോ ഇതാണ് അവരുടെ ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത്. അതിൽ അവർക്ക്
ഗ്യാപ്പ് എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റാത്ത പോയൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്കിനെയാണ്. സോ എന്തൊക്കെ പറഞ്ഞാലും മിച്ചൽ സ്റ്റാർക്ക് കഴിഞ്ഞ സീസണിൽ അടി വാങ്ങി, ഇക്കണോമി കൂടുതലായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും സോ ഫൈനലിൽ ഡെലിവറി ആ 2 മാച്ചസ് ഉണ്ടായിരുന്നു. ആരാണ് മിച്ചൽ സ്റ്റാർക്ക് എന്നുള്ളത്. അതെ, ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം വന്നപ്പോ കറക്റ്റ് ആയിട്ട് തെളിയിച്ചു. എപ്പോ ഉയരണോ, പ്രതിഭയ്ക്കൊത്ത് ഉയരണോ ആ സമയത്ത് ആള് ഡെലിവർ ചെയ്തു. സോ ദാറ്റ് ഈസ് അതാണ് ബിഗ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ വിരാട് കോഹ്ലിയുടെ കേസ് നമ്മൾ പറയലുണ്ട്. സോ എപ്പോഴാണോ ആ പ്ലെയറിന്റെ ബെസ്റ്റ് പുറത്തെടുക്കേണ്ടത് ആ ടൈമിൽ ആ പ്ലെയർ പുറത്തെടുക്കും. സോ അങ്ങനത്തെ ഒരു പ്ലെയറിനെ അവർ മിസ് ചെയ്തു. പകരം ആൻഡ്രിക് നോർക്കിയാണ് എടുത്തിരിക്കുന്നത്. ആൻഡ്രിക് നോർക്കിക്കും കഴിഞ്ഞ ഒരു 1-2 സീസൺ ഇറ്റ്സ് നോട്ട് ഗുഡ്. ആളുടെ ഒരു ആക്ഷൻ ചേഞ്ച് വന്നിട്ടുണ്ട്. ആൾക്കൊരു വലിയൊരു ബാക്ക് ഇഞ്ചുറി വന്നിട്ടുണ്ട്. സോ അതെല്ലാം പഴയൊരു ആൻഡ്രിക് നോർക്കി അല്ല ഇപ്പോൾ ഉള്ളത്. ദെൻ സ്പെൻസർ ജോൺസൺ, കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പീരിയൻസ് സ്പെൻസർ ജോൺസൺ ആണ് ഒരു മിച്ചൽ സ്റ്റാർക്കിന് വരെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇവരുടെ ഒരു പ്ലേയിങ് ഇലവൻ എങ്ങനെ പോകുന്നതാണ് വിചാരിക്കുന്നത്? ഒരു പ്ലേയിങ് ഇലവൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിലവില് ബാറ്റിംഗ് ഓർഡറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നരേൻ അവിടെ ഫിക്സഡ് ഓപ്ഷൻ ആണ്. കൂടെ വരുന്നത് ഗുർബാസ് ആവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു ഫോം ആൻഡ് പെർഫോമൻസ് വെച്ചിട്ട് ഗുർബാസ് ഈസ് എക്സ്പ്ലോസീവ് ബാറ്റർ. ബട്ട് ഗുർബാസ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഭയങ്കര ഫോം ഡിപ്പിലല്ല. അതൊരു പ്രശ്നമാവുമെന്ന് അറിയില്ല. കാരണം അവരിനിപ്പോ എക്സ്പീരിയൻസിന് പോകും. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഗുർബാസ് തന്നെയാണ് ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. കാരണം അവർ രണ്ട് ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റേഴ്സ്. രണ്ട് ബാറ്റേഴ്സ്. കാരണം എനിക്ക് തോന്നുന്നത് ഈ SRH, KKR പോലുള്ള രണ്ട് ആ ടീമുകളുടെ ഒരു ആ ഒരു മറ്റുള്ള ടീമിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു എബിലിറ്റി എന്ന് പറയുന്നത് അവരെ ഇനീഷ്യൽ പവർ പ്ലേയിൽ ചെയ്യുന്ന ഒരു കടന്നാക്രമണം തന്നെയാണ്. സോ അതായിരിക്കും അവരുടെ ഒരു അജണ്ട അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട എന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു they will definitely go for ഗുർബാസ്. അതർവൈസ് QDK അവർക്ക് വേറെ ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ വേറെ ഉണ്ട് QDK. സോ അവർക്ക് അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ ബട്ട് ഫോർ മീ ഓൾസോ പേഴ്സണലി ഐ വിൽ ചൂസ് ഗുർബാസ് ആൻഡ് നരൈൻ. ദെൻ തേർഡ് വൺ ഡൗൺ വരുന്നത് രഹാനെ. ഡെഫിനറ്റ്ലി എന്താണ് രഹാനെ എന്നുള്ളത് റീസെന്റ് CSK ഒന്ന് വൺ ഡൗൺ ഇറങ്ങി കാണിച്ചു തന്നു, നമുക്ക് തെളിയിച്ചു തന്നു. അതുപോലെ തന്നെ റീസെന്റ് ഇപ്പൊ സ്നാറ്റിലാണെന്നുണ്ടെങ്കിലും എന്താണ് ഫോം, എങ്ങനെയാണ് ആള്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നെല്ലാം കാണിച്ചു തരുന്നു. ദെൻ ഫോർത്ത് പൊസിഷൻ ഡെഫിനറ്റ്ലി അവരുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലെയർ വെങ്കടേഷ് അയ്യർ വിൽ ബി കമ്മിങ്. ദെൻ അവരുടെ മിഡിൽ ഓർഡർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, റസൽ, രമൺദീപ്. സോ ദാറ്റ് ഈസ് എ സ്ട്രോങ് മിഡിൽ ഓർഡർ. ഐ തിങ്ക് അവർക്ക് ഒരു എക്സ്പ്ലോഷൻ, ഒരു മിനിമം ഒരു 200+ എല്ലാ കളികളിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്വാഡ് തന്നെയാണ് ഫസ്റ്റ് 6 ഇറങ്ങുന്നത്. പിന്നീട് വരുമ്പോൾ മാത്രമാണ് നമുക്ക് രമൺദീപ്, ഹർഷിത് റാണ, നോർക്കിയെ ഓർ സ്പെൻസർ ജോൺസൺ. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഓപ്റ്റ് ഫോർ സ്പെൻസർ ജോൺസൺ ബിക്കോസ് ഓഫ് എനിക്ക് തോന്നുന്നത് സോറി ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ടാണ്. അതെ, ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ടും എനിക്ക് തോന്നുന്നത് ന്യൂലി ആണെന്നുണ്ടെങ്കിലും പുള്ളിക്ക് നമ്മളിപ്പോ റീസെന്റ് ആണെന്നുണ്ടെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ കണ്ടു ഒരു ഇൻഎക്സ്പീരിയൻസിന്റെ ഒരു ഡ്രോബാക്ക് അങ്ങനത്തെ ഇതൊന്നും കാണിക്കുന്നില്ല. ബട്ട് 2020 വരുമ്പോ നോർക്കിയയുടെ മെയിൻ ഒരു പോസിറ്റീവ് എന്ന് പറയുന്ന പുള്ളിയുടെ സ്പീഡായിരുന്നു, ഒരു ക്വിക്ക് ആയിട്ട് ചെയ്യുന്നത്. ബട്ട് ഇപ്പോ ഒരു ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അതെ, അപ്പൊ അത് എത്രമാത്രം എഫക്റ്റീവ് ആവുമെന്ന് അറിയത്തില്ല. സോ അതുകൊണ്ട് സ്പെൻസർ ജോൺസൺ ആണ് എനിക്ക് തോന്നുന്നത് 9 വരാൻ ചാൻസ് കൂടുതൽ. ദെൻ ഡെഫിനറ്റ്ലി വൈഭവ് അറോറ ആൻഡ് ദ റീസെന്റ് വരുൺ ചക്രവർത്തി. ഒന്നും പറയാനില്ല. പുള്ളിയുടെ ഇപ്പോഴത്തെ ഫോം അനുസരിച്ച് നമുക്ക് KKRനെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെപ്പും കൂടെ മുകളിലേക്ക് വെക്കാം കഴിഞ്ഞ സീസണിലേക്കാണ്. സോ ദാറ്റ് വിൽ ബി. പിന്നെ ഇമ്പാക്ട് സബ് ആയിട്ട് രഘുവൻഷി, മനീഷ് പാണ്ഡെ. അപ്പോ മനീഷ് പാണ്ഡെ അവരുടെ ഇവരുടെ ബാറ്റിംഗ് ഓർഡർ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഡൈനാമിക് ആയിട്ട് നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റിയ കാരണം ഈ വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, റസൽ, രമൺദീപ് സിംഗ് എവിടെ വേണമെങ്കിലും ബാറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് ആണ്. സോ അവർക്ക് ഒരു ഫിനിഷിംഗ് ഒരു ടച്ച് ചെയ്തപ്പോ ഒരു 15ാമത്തെ ഓവറിലേക്കാണ് 2ാമത്തെ വിക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു റസൽ വരും. ഇങ്ങനത്തെ ഒരു പ്രശ്നം ആ ടീമിന്. സോ റസൽ വിക്കറ്റ് എടുത്തായിട്ട് ചിലപ്പോ അടുത്ത് റിങ്കു സിംഗ് വരും. റിങ്കു സിംഗ്, റസൽ ആ ഒരു 2 പേര് ആ മിഡിൽ ഓർഡറിലും ഫിനിഷിംഗ് ടച്ചിലേക്കും വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ബാക്കി പറയാലോ. സോ രമൺദീപ് സിംഗിനും ഇതൊരു വലിയ സീസണാണ്. കാരണം ആൾക്ക് കഴിഞ്ഞ സീസൺ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഈ ഒരു സീസൺ കൂടി ആൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ആൾക്കും പറയാം സോ ഇവിടെ ഞാനും ഒരു ഓൾറൗണ്ടർ ഉണ്ട്, ഞാനൊരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആണ്, എന്നെയും പരിഗണിക്കൂ എന്ന് പറയാം.
സോ Yeah. ഹർദിക് പാണ്ഡ്യക്ക് ഒരു ബാക്കപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് ഈ രമൺദീപ് സിംഗ് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ. സോ ബാറ്റിംഗ് രമൺദീപ് സിംഗിനെ എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ അറിഞ്ഞു വന്നത് ഈ ലാസ്റ്റ് നമുക്ക് മറ്റേ ഇമ്പാക്ട് സബിന് ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള മാച്ചിലെ അതെ 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 നമ്മള് ശിവൻ ദുബൈക്ക് പരിക്ക് പറ്റി കഴിഞ്ഞപ്പോ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് വെക്കാനായിട്ട് അപ്പോഴാണ് ശരിക്കും പറയാം എല്ലാവരും രമൺദീപ് സിംഗ് എന്നുള്ള ഒരു പ്ലെയറിനെ പറ്റി നമ്മൾ അറിഞ്ഞത്. സോ അത് അങ്ങനെ അല്ലാത്ത ഒരു രീതിയിൽ തന്നെ ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സീസൺ ആയിരിക്കും രമൺദീപിനെ സംബന്ധിച്ചിടത്തോളം. യെസ്. സോ ഇവരുടെ ബാറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നു അങ്കുശ് രഘുവംശി എനിക്ക് തോന്നുന്നു ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. സോ രഹാനെ ഉള്ളപ്പോൾ ആൾക്കൊരു പെർഫോമൻസ് തിരിച്ചു കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ മിഡിൽ ഓർഡേഴ്സ് എന്താ പറയാ ടെസ്റ്റ് ചെയ്യപ്പെട്ടതേ ഇല്ല. കാരണം എല്ലാ കളിയും സാൾട്ടും നരേനും ഡെലിവറി ചെയ്തുകൊണ്ടേയിരുന്നു. സോ ഇത്തവണ മിഡിൽ സോൾട്ടിന്റെ ഒരു കുറവ് ഉണ്ട് അവിടെ. കാരണം അവരൊരു നല്ല സോൾട്ടാൻ ഇപ്പൊ പറഞ്ഞ സോൾട്ടാൻ നരേന്റെ ആ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്സ് വരുന്നത് കൂടുതലും അവർ എനിക്ക് തോന്നുന്നു ഒരു 8 ഓവേഴ്സ് വരെ അവർ എപ്പോഴും മിക്ക കളികളിലും കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അവരുടെ ഓൾമോസ്റ്റ് പ്ലോട്ട് സെറ്റ് ആയിരുന്നു. അവർക്ക് വരുന്ന മിഡിൽ ഓർഡേഴ്സിൽ വരുന്ന റിങ്കു സിംഗ്, റസൽ പോലുള്ള ബാറ്റേഴ്സിന് എക്സ്പ്ലോസ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഓവർകം ചെയ്യുന്നു മാത്രം കണ്ടറിഞ്ഞാൽ അതിന്. സോ ഒരുപാട് കളികളിൽ ബാറ്റിംഗ് പോലും കിട്ടിയില്ല റിങ്കു സിംഗിനെല്ലാം. സോ അതന്നെയാണ് വേൾഡ് കപ്പ് സ്ക്വാഡിന്ന് റിങ്കു സിംഗ് പോയതും. കാരണം അയാളോട് തെറ്റും ചെയ്തില്ല. അവർക്ക് ബാറ്റിംഗ് ചാൻസ് കിട്ടിയാലല്ലേ കളിക്കാൻ പറ്റുള്ളൂ. സോ അതാണ് ടീം. പിന്നെ അവരുടെ ഒരു ബാക്കപ്പ് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, റൊമാൻല ഗുർബാസ് ആൻഡ് ക്വിന്റൻ ഡീകോക്ക് അവർക്ക് രണ്ടുപേർക്കും വൈസ് ബാക്കപ്പ് ആണ് അവർ. പിന്നെ മൊയിൻ അലി എടുത്തിട്ടുണ്ട്. നമ്മളൊരു അധികം പറയാത്തൊരു ഇൻക്ലൂഷൻ ആണ് മൊയിൻ അലി. സോ എനിക്ക് തോന്നുന്നു നരേനെ ഒരു ബാക്കപ്പ് ആയിട്ട് വെച്ചാണ്. ഇൻ കേസ് നരേന് എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ മൊയിൻ അലി സത്യം പറഞ്ഞാൽ കേരളം വന്നു വിട്ടത് ഒരു എന്താ പറയാ ചിലപ്പോ കംപ്ലീറ്റ്ലി ബെഞ്ചിൽ ഇരിക്കേണ്ട അവസ്ഥയായിരിക്കാം മിക്കവാറും. എന്താ പറയാ, നരേന് ഒരു ഇഞ്ചുറി വരാത്ത പക്ഷം മൊയിൻ അലിക്ക് ഒരു ചാൻസ് ഇല്ല. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ആ ഒരു ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ആ ബൗളിംഗിൽ നരേനായിട്ട് കമ്പാരിസൺ ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു പോർഷൻ ഫില്ല് ചെയ്യാൻ പറ്റും. നമുക്ക് ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാം, തന്നെ സ്പിന്ന് 4 ഓവർ ചെയ്യാം. ദെൻ അവർക്ക് അങ്കുൾ റോയിനെ അവർ എടുത്തിട്ടുണ്ട്. മനീഷ് പാണ്ഡെ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ടീമിലൂടെ നമുക്ക് ക്യാരി ചെയ്ത് പോകുന്നുണ്ട്. റോമാൻ പവലിനെ എടുത്തിട്ടുണ്ട്. റസൽ എപ്പോഴും ഒരു ഇഞ്ചുറി കൺസേൺ ഉള്ളതാണ്. സോ റസലിന് ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ റോമാൻ പവലിനെ എടുത്തിട്ടുണ്ട്. ദെൻ ഉമ്രാൻ മാലിക് എടുത്തു, ബട്ട് ഉമ്രാൻ മാലിക് ഇഞ്ചേർഡ് ആണെന്ന് തോന്നുന്നു. ദെൻ മയങ്ക് മാർക്കനെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഐ ഹോപ്പ് മയങ്ക് മാർക്കനെ ഒരു ചാൻസ് കിട്ടും തോന്നുന്നില്ല. കാരണം ചക്രവർത്തി അങ്ങനെയാണ് ബോൾ ചെയ്തോണ്ടിരിക്കുന്നത്. വരുൺ ചക്രവർത്തി ഓൾറെഡി ഇഞ്ചേർഡ് ആവാനും എനിക്ക് തോന്നുന്നത് റീസെന്റ് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അൺലെസ് ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ KKRന്റെ ബാക്കപ്സ് എന്ന് പറയുന്നതും ഒരു സ്ട്രോങ് ലൈനപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് ബാക്കപ്സ് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി അവരൊക്കെ മോസ്റ്റ് പ്രോബബ്ലി ബെഞ്ചിലായിരിക്കാനാണ് ചാൻസ്. കാരണം നല്ല പീക്ക് ടീം തന്നെ ഉണ്ട് അവർക്ക്, നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളത്. സോ 10ൽ എത്ര മാർക്ക് കൊടുക്കുന്നു? ഐ വിൽ ഗിവ് 8. ഓക്കെ, ഞാനൊരു 7.5 കൊടുക്കുന്നു. But I am taking them to the playoffs. Definitely അവർ playoff കളിക്കുന്നുണ്ട്. Yeah, definitely I will be one of the playoffs. മിക്കവാറും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 2 സ്പോർട്സിൽ തന്നെ വരാൻ കേപ്പബിൾ ഉള്ള ടീം തന്നെയാണ്. യെസ്, ബട്ട് പറഞ്ഞ നരേന്റെ ഫോം ഒരുപാട് കൺസേൺ ആണ് അവർക്ക്. കഴിഞ്ഞ സീസൺ ഒരു ബാറ്റിംഗിൽ നന്നായിട്ട് കളിച്ചു. കാരണം നരേന്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നരേൻ IPL വരുമ്പോൾ മാത്രമേ ബാറ്റിംഗിൽ പെർഫോം ചെയ്യുള്ളൂ എന്നുള്ള കാര്യമാണ്. പുറത്ത് വേറെ ലീഗ്സിലെല്ലാം വന്ന സമയത്ത് നരേൻ ഈ പെർഫോമൻസിന്റെ ഒരു 10% പോലും കാഴ്ചയൊക്കെ നരേൻ കൊണ്ട് പറ്റില്ല. ബട്ട് IPL വരുന്ന സമയത്ത് ഇപ്പം ഈ കണ്ടീഷൻസും ഇതെല്ലാം ആൾക്ക് ഭയങ്കര സ്വീറ്റഡ് ആണ്. പിന്നെ ആ ഫ്രാഞ്ചൈസിയോടുള്ള ഒരു ജെല്ലും, കാരണം പോയി അടിക്ക് വിക്കറ്റ് പോയാൽ പോട്ടെ എന്നുള്ളൊരു രീതിക്കാണ് നരേൻ വന്ന് ഒരു കളിക്കുന്ന ഒരു എബിലിറ്റി. ബട്ട് കഴിഞ്ഞ കളിയെല്ലാം നല്ല ഷോട്ട്സ് ആയിരുന്നു കളിച്ചത്. നമ്മൾ അങ്ങനെ പറഞ്ഞ ഒരു കണ്ണുമൂടിയുള്ള ഒരു വീശലിനുപരി RRനൊപ്പം കളിച്ച ഇന്നിങ്സ് എല്ലാം സൂപ്പർ ഇന്നിങ്സ് ആയിരുന്നു. സോ ഇവർ KKR ബാക്കിയുള്ള ടീമുകൾക്കെല്ലാം ഒരു എന്താ പറയാ ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. കാരണം എല്ലാ ഗ്രൗണ്ട്സിലും അവർക്ക് റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഒരു ചെന്നൈ അല്ലെങ്കിൽ ഒരു എക്കാന പോലുള്ള ഒരു സ്ലോ പിച്ചസിൽ ഒരു സ്പിൻ ഫ്രണ്ട്ലി അല്ല പിച്ചിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് നല്ല എക്സൽ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നല്ല ബെസ്റ്റ് സ്പിന്നേഴ്സ് ഉണ്ട് 2 പേര്. അതുപോലെ തന്നെ അവർക്ക് ഹർഷിത് റാണ, വൈഭവ് വറാറോ, അങ്ങനെ നല്ല പേസേഴ്സ് അവർക്കുണ്ട്. സോ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് ടീമാണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ടീമിനെ. സോ KKR വി ഹോപ്പ് അവര് പ്ലേ ഓഫ് ക്വാളിഫൈ ആവുന്നു. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ഒരു ടീമുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. റോഷൻ, അടുത്ത ടീം ഏതാണ്? അടുത്ത വീണ്ടും RCB കാണാം നമുക്ക് റോഷന്റെ കൂടെ.
താങ്ക് യു റോഷൻ, താങ്ക് യു ഫോർ ജോയിനിങ്. ബൈ.